CBI എത്തുകയാണ്. ADM നവീൻ ബാബുവിൻ്റെ മരണത്തിലുള്ള ദുരൂഹത നീക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസി CBI വരുന്നു. PP ദിവ്യ മാത്രമല്ല, അതിനനുബന്ധമായിട്ടുണ്ടായിരുന്ന നിരവധി ആൾക്കാരുണ്ട്. CPMൻ്റെ നേതൃത്വമുണ്ട്, കളക്ടർ അടക്കമുള്ളവരുണ്ട്. ഇവരൊക്കെ CBI വരുന്നതോടെ കുടുങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? CBI അന്വേഷണത്തിൻ്റെ സ്കോപ്പിൽ ഇവരെല്ലാം വരേണ്ടതാണ്. കളക്ടറും കുറ്റകരമായ അനാവസ്ഥ കാണിച്ചിട്ടുണ്ട്. ഈ PP ദിവ്യ വന്നിട്ട് ഈ നാടകമൊക്കെ കാണിക്കുന്ന സമയത്ത് അദ്ദേഹം ഉണ്ടായിരിക്കുകയാണ് ചെയ്തത്. പിന്നെ കേൾക്കുന്ന അദ്ദേഹം വിളിച്ചിട്ടാണ് PP ദിവ്യ വന്നതെന്ന് പറയുന്നു. അതർവൈസ് ആ പരിപാടിയിൽ PP ദിവ്യയെ എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, ഈ യാത്രയപ്പ് പരിപാടിയിൽ. പിന്നെ CPM നേതൃത്വമുണ്ട്. ഇപ്പോൾ പ്രശാന്തൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഇദ്ദേഹത്തിന് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, പൈസ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, കൈക്കൂലി ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ശരിക്ക് ഉള്ളതല്ലാന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. CBI വന്നാലുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അന്വേഷണത്തിൻ്റെ പരിധി കുറച്ചുകൂടി കൂടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ PP ദിവ്യയിൽ ഒതുങ്ങാതെ കളക്ടറോ CPM നേതൃത്വം അതേപോലത്തെ ആൾക്കാർ വരേണ്ടതാണ്. അതുകൂടാതെ മൊബൈൽ ഫോണുകൾ, കോൾ ഡീറ്റെയിൽസ് അതിതുവരെ അന്വേഷിക്കപ്പെട്ടിട്ടില്ല. ഒന്നാമത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ കേസ് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം, അന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന്. കാരണം അവരുടെ പാർട്ടിയിലെ ആൾക്കാർക്കെതിരാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം ഏതൊക്കെ നിലയ്ക്ക് വേണം എന്നുള്ള നിലയ്ക്ക് ആ നിലയ്ക്ക് ഒന്നും പോയിട്ടില്ല. ഒരു പ്രഹസനം നടത്തുക മാറ്റേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് കൂടുതൽ ഈ CBIയുടെ അന്വേഷണം വരുന്ന സമയത്ത് കൂടുതൽ പ്രതികൾ വരാൻ സാധ്യതയുണ്ടെന്ന് അവർ ശിക്ഷിക്കപ്പെടുമെന്ന് വേണം പ്രതീക്ഷിക്കാനായിട്ട്. പക്ഷേ ഇതിനകത്ത് ഈ പല ആൾക്കാരും ബന്ധപ്പെട്ടിട്ടുണ്ട്, ഈ പറയുന്ന PP ദിവ്യയായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് പറയുന്നത്. അതായത് CPMൻ്റെ നേതൃത്വം മാത്രമല്ല, ഉന്നതരായിട്ടുള്ള പലരും. കാരണം അവിടുത്തെ അവരുടെ അവിഹിതമായിട്ടുള്ള ബന്ധങ്ങൾ, ധനമാർഗങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. അതുകൊണ്ട് അതെല്ലാം ഒളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നവീൻ ബാബുവിനെ ഇവർ ബലിയാക്കാൻ ശ്രമിച്ചത് എന്നൊരു ആരോപണം കൂടിയുണ്ടല്ലോ. അതുണ്ട്. കാരണം അദ്ദേഹം സ്ട്രെയിറ്റ് ഫോർവേഡായുള്ള ഒരു ഓഫീസറാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ CPM തന്നെയായിരുന്നു. അതെ, CPMനോട് അടുത്ത് നിന്നിരുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇവർ പറയുന്ന പോലെ താളത്തിന് അദ്ദേഹം തുള്ളിയിട്ടില്ല. അദ്ദേഹത്തിനൊരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. ഒരു ADM എന്നുള്ളൊരു ഓഫീസർ എന്ന നിലയ്ക്ക് എന്താണ് എന്നിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നടപ്പിലാക്കാനായിട്ടുള്ള ഒരു വ്യഗ്രത അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തെറ്റായ വഴിക്ക് അദ്ദേഹം പോയിട്ടില്ല. അതുകൊണ്ട് തെറ്റായ വഴിക്ക് പോയവരുടെ കണ്ണിൽ ഇദ്ദേഹം കരടായിരുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ഈ കേസ് ഇഴയാനായിട്ട് കാരണം. അല്ലെങ്കിൽ CPM സഹയാത്രികനും കൂടി ആയ ഒരാൾ അദ്ദേഹത്തിനുള്ള കേസ് ഒഴിപ്പിക്കളയാന്ന് പറഞ്ഞാൽ സാധാരണ ഇത് സംഭവിക്കില്ല. അപ്പോൾ മറുവശത്ത് നിൽക്കുന്നത് CPMൻ്റെ ഉന്നത നേതാക്കന്മാരുടെ. PP ദിവ്യ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്, ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ ചിലപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പറോ ആയിരുന്നു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അവർ വളരെ സീനിയറായിട്ടുള്ളൊരു ലീഡറാണ് ആ ഭാഗത്ത്, ആ പ്രദേശത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം തെറ്റായ വഴിക്ക് സഞ്ചരിക്കാതിരുന്നതാണ് അദ്ദേഹത്തിനെതിരായിട്ട് ഇവരെല്ലാം എതിരാവാൻ കാരണം എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. തെറ്റായ വഴിയെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ ചില പാർട്ടിക്ക് വേണ്ടിയിട്ടോ വിശ്വാസങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ ചെറിയ അഴിമതിയൊക്കെ നടത്തുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ അതിന് കണ്ണടച്ചു കൊടുക്കുക. പക്ഷേ ഇവിടെ അതൊന്നുമല്ല, എന്തോ വലിയ ഒരു കാര്യം ചെയ്തതിൻ്റെ പ്രശ്നമാണ്, വലിയൊരു കാര്യം ഇയാൾ അറിയുന്നതിൻ്റെ പ്രശ്നം, ഇല്ലെങ്കിൽ അവർക്ക് നടത്തിയെടുക്കാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമാണ് PP ദിവ്യയ്ക്ക് ADM നവീൻ ബാബുവിനോടുള്ള പക എന്ന് പറയുന്നുണ്ടല്ലോ. അതെന്തെങ്കിലും വാസ്തവം ഉണ്ടാവുമോ? വാസ്തവം ഉണ്ടാവണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം ഒരു ADMന് ധാരാളം പവറുണ്ട്. ADM എന്ന് പറഞ്ഞെങ്കിൽ ADM ഈസ് ഈക്വൽ ടു അസിസ്റ്റൻറ്റ് കളക്ടർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ. ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ഡിസ്ട്രിക്റ്റിനെ റവന്യൂ അടിസ്ഥാനത്തിൽ 4 5 ആയിട്ട് തിരിക്കും. അപ്പോൾ കളക്ടർ, ഇദ്ദേഹം നേരിട്ട് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അത്ര പവർഫുള്ളാണ്. അനവധി താലൂക്കുകൾ ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരും. തഹസിൽദാരുമായി റിപ്പോർട്ട് ചെയ്യുന്ന ഇദ്ദേഹത്തിനാണ്. അപ്പോൾ ADM എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളാണ്. അതുകൊണ്ടല്ലേ പലപ്പോഴും അവർ കുറച്ച് സർവീസ് ചെയ്യുമ്പോഴേക്കും IAS ഒക്കെ കൺഫർ ചെയ്ത് കൊടുക്കുന്നത്. ധാരാളം പേർക്ക് IAS കൺഫർ ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ സേവനം ചെയ്ത ആൾക്കാർക്ക്. ഇദ്ദേഹത്തിൻ്റെ പവറിൻ്റെ പരിധി വളരെ കൂടുതലാണ്. അതുകൊണ്ട് വലിയ എന്തോ കാര്യമായ തെറ്റിന് ഇദ്ദേഹം കൂട്ടുനിന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കുക. അത് എന്തുമാവാം. ഇപ്പോൾ റവന്യൂ രേഖകളിൽ ചില തിരുത്തലൊക്കെ പേരിലൊക്കെ ചില ADM ആൾക്കാർ ADMനൊക്കെ എതിരായിട്ട് ചിലപ്പോൾ അത് സമ്മതിക്കാത്തതിൻ്റെ പേരിൽ എതിരായിട്ടുണ്ട്. പലപ്പോഴും സമ്മതിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഈ ദുരൂഹമായ മരണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ RDO ഓൾമോസ്റ്റ് സെയിം റാങ്കാണത്. RDO എന്ന് പറഞ്ഞാലും ADM RDO ഡെപ്യൂട്ടി കളക്ടറും എല്ലാം സെയിം റാങ്കാണ്. ഇവിടെ പണ്ട് മൂവാറ്റുപുഴ RDO ഒരു സന്തോഷം മരിച്ചൊരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും എവിടെയില്ലാതെ തേഞ്ഞു മാഞ്ഞു പോയി.
പിന്നെ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. ഇപ്പോൾ ഒരാളെ ബലിയാടാക്കി കഴിഞ്ഞാൽ പിന്നീട് ആരോപണങ്ങൾ ഉന്നയിക്കും. അദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധം ഉണ്ടായിരുന്നു, മറ്റേതുണ്ടായിരുന്നു, മറിച്ചുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബന്ധമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അന്വേഷണത്തിൻ്റെ മുനോടിയാണ്. പിന്നെ സാമാന്യ ജനങ്ങളുടെ സിമ്പതി ആ മനുഷ്യർ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ADMൻ്റെയും RDOൻ്റെയും പവറിൻ്റെ പരിധി വളരെ കൂടുതലാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ അവർക്ക് അങ്ങനത്തെ പൊസിഷനിൽ ഇരിക്കുന്ന അവർക്ക് ചെയ്യാവുന്ന അഴിമതിയും വലുതാണ്, നിഷേധിക്കാവുന്ന അഴിമതിയും വലുതാണ്. ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്ന അഴിമതിയും വലുതായിരിക്കും. കാരണം ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു വേലികെട്ട് പ്രശ്നമൊന്നും RDOൻ്റെ മുന്നിൽ വരില്ലല്ലോ. വലിയ പ്രശ്നങ്ങളാണെങ്കിൽ അത് വലിയ ആളുകളുടെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ കാര്യമായ എന്തോ തെറ്റുകൾക്ക് അദ്ദേഹം കൂട്ടുനിന്നില്ല എന്ന് വേണം കരുതാൻ. പക്ഷേ ഈ അന്വേഷണം വലിയ അസ്വാഭാവികതകൾ അന്വേഷണത്തിലുണ്ടായിരുന്നു. കാരണം സത്യം വളച്ചൊടിക്കാനായിട്ട് പലയിടത്തും ശ്രമിച്ചു. ഈ പറയുന്ന സത്യം സ്ഥാപിച്ചെടുക്കാൻ ശരിയായിട്ട് അതിൻ്റെ അന്വേഷണം നടത്താനായിട്ട് CBI വരുന്നതോടുകൂടി സാധിക്കുമോ? CBIക്കാണ് സാധിക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആകെ ഒരു പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സംഭവം കഴിഞ്ഞ് കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ 2 വർഷം ആയില്ലേ? അതെ അതെ, 2 വർഷമായി. 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പല തെളിവുകളും നശിപ്പിക്കപ്പെടും. ഓക്കെ, ദിവ്യയുടെ ഫോണൊക്കെ പറ്റും. അത് നമ്മുടെ മോഡേൺ സിസ്റ്റം, ഫോറൻസിക് സിസ്റ്റം ഉണ്ട്. ഫോൺ കോളുകൾ എത്ര വർഷം മുമ്പത്തേക്ക് അവർ റിട്രീവ് ചെയ്തെടുക്കാം. അതിൻ്റെ ആരൊക്കെയായിട്ട് സംസാരിച്ചു എന്നുള്ളതൊക്കെ. എന്ത് സംസാരിച്ചു എന്നുള്ളത് എളുപ്പമായിരിക്കില്ല. ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ എങ്കിലും അല്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു വീട്ടിൽ അന്ന് കയറി വന്നപ്പോഴുള്ള കാൽപ്പാടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഡ്രസ്സോ, അതുപോലെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. ഇതൊക്കെ കുറേ നാൾ കഴിഞ്ഞാൽ പല കേസുകളും അങ്ങനെയല്ലേ സംഭവിക്കുക. കുറേ നാൾ കഴിഞ്ഞാൽ ആ വീട് വേറെ ആൾക്കാർ വാടകയ്ക്ക് എടുക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ അവിടെ ഒരു ഫാനിന് കയറുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ ആൾക്കാർ പുതിയ ഫാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നല്ല ഫാൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇയാൾക്ക് കുറച്ചുകൂടി നല്ലതെന്ന് നോക്കിയിട്ട് വേറെ, അങ്ങനെ പലതും. അപ്പോൾ ആ നിലയ്ക്ക് വൈകുന്തോറും ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇതിനങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവർ പഴയ ഗവൺമെൻറ് ആഗ്രഹിച്ചു അത് തന്നെയാണ്. വെളിയിൽ വരരുത്, എങ്ങനെയും നീണ്ടു പോകണം. ഇനി എങ്ങനെ ഞങ്ങൾക്ക് പവർ പോയി വേറെ UDF പവറിൽ വന്നാൽ അവർ CBIക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്താൽ പോലും തെളിവുകൾ അവശേഷിക്കരുത് എന്നുള്ള ഒരു വ്യക്തമായ ഉദ്ദേശം പഴയ ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരെല്ലാ കാര്യങ്ങളിലും, അല്ലെങ്കിൽ അവരുടെ പാർട്ടി സഖാവല്ലേ, അവരൊരു ഇൻട്രസ്റ്റ് എടുക്കണ്ടേ. മറുവശത്തും സഖാവാണ്, ഇവിടെയും സഖാവാണ്. അപ്പോൾ എന്തോ ഒരു സഖാവിനോട് മാത്രം കൂടുതൽ സ്നേഹം. ഇത് കൊലപാതകമാണെന്ന് വരെ ആരോപണം ഉണ്ടായിരുന്നു. കാരണം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ നവീൻ ബാബുവിനെയാണ് പിന്നീട് തൂങ്ങി മരിച്ച് നിൽക്കുന്നതായിട്ട് കണ്ടെത്തിയത്. അപ്പോൾ കൊലപാതകമാണെന്ന് സംശയം ഉണ്ടായിരുന്നു. കുടുംബം അങ്ങനെ ആരോപിക്കുകയും ചെയ്തിരുന്നു. അതിനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടെങ്കിൽ തന്നെ പിടിക്കപ്പെടുമോ എന്നുള്ളതാണ് ഇനി. സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല, പക്ഷെ പിടിക്കപ്പെടാനുള്ള സാധ്യത അതിലും കുറവാണ്. കാരണം അതിനോടനുബന്ധിച്ച പല കാര്യങ്ങളും, പല ഡീറ്റെയിൽസും ഒത്തുനോക്കാനും അത് തമ്മിൽ മാച്ച് ചെയ്യുന്നവരെ നോക്കാനൊക്കെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏതാനും ദിവസങ്ങളാണ്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ട ഒരാളാരായിരുന്നു, ഇദ്ദേഹത്തിന് ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ആളാരായിരുന്നു, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ എന്തുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയ ആൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാതെ തിരിച്ചിവിടെ വരുന്നു, അതാരെങ്കിലും പ്രേരണയാണോ അല്ലെങ്കിൽ ആരെങ്കിലും ബലമായിട്ട് കൊണ്ടുപോയതാണോ, അങ്ങനെ പല കാര്യങ്ങളും ഇനിയും പുറത്തു വരാനുണ്ട്. പക്ഷെ ഇതൊക്കെ വൈകുന്തോറും പ്രശ്നങ്ങളാണ്. പക്ഷെ ഇത്രയെങ്കിലും ആയത് അത്രയും ഭാഗ്യമൊന്നും വേണം കരുതാനായിട്ട്. പിന്നെ അവർക്ക് പിന്നെ ഒരു കാര്യം അവർക്ക് ചെയ്ത് കിട്ടിയത് മകൾക്ക് ആശ്രിത നിയമനം കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്. അതും പഴയ ഗവൺമെൻറ് നീട്ടിക്കൊണ്ട് പോകുമായിരുന്നു, കൊടുക്കാതിരിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ അവസാനമായിട്ട് അതിന് കിട്ടാവുന്ന ഏക ആശ്വാസമെന്ന് എനിക്ക് തോന്നുന്നു. CBIയുടെ അന്വേഷണത്തിനെ ചെറുതാക്കി കാണിക്കുകയല്ല, പക്ഷേ വൈകുന്തോറും ഈ കാര്യങ്ങൾ തെളിയിക്കപ്പെടാനായുള്ള സാധ്യതകൾ കുറയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.